ശ്രീ NP ചെക്കുട്ടി, ശ്രീ N ശ്രീകുമാർ എല്ലാത്തിനും അടിസ്ഥാനപരമായി പറയുന്ന ഒരു കാര്യം, നാളെ മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗ കാര്യങ്ങൾ വിശദീകരിക്കുവാനായി മാധ്യമങ്ങളുടെ മുന്നിൽ വരുമല്ലോ. അതാണ് നമ്മുടെയൊക്കെ പേടി കേട്ടോ. അദ്ദേഹം വരും, ഈ കാര്യവുമായി ബന്ധപ്പെട്ട ചോദ്യവും വരും. അപ്പോൾ എന്താ പറ്റുക? ഒന്നുകിൽ ദേശാഭിമാനിക്കാരൻ്റെ അല്ലെങ്കിൽ കൈരളിയുടെ പ്രതിനിധിയുടെ നെഞ്ചത്ത് കയറും. ഇത് മാത്രമാണ് സ്ഥിരമായി എല്ലാ വാരങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കൈരളി ചാനലിൻ്റെ 12 കാർഡുകളാണ് ഭൂം എന്ന് പറഞ്ഞിട്ട് ആവിയായി പോയിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ സോഷ്യൽ മീഡിയകളിലൊക്കെ അവർ പ്രചരിപ്പിക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട കാർഡുകൾക്കൊക്കെ സെൻസർഷിപ്പ് വന്നിരിക്കുകയാണ്. അതെന്ത് അത്ഭുത വിദ്യയാണ്! ഇനി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നാണോ നാളെ അതേ മാധ്യമ സ്ഥാപനത്തിന്റെ ചോദ്യത്തിന് കൃത്യമായ മറുപടി പ്രതീക്ഷിക്കേണ്ടത്? ശ്രീ NP ചെക്കുട്ടി, നാളെ എന്താ സംഭവിക്കാമെന്ന് വേണു ഞാനിപ്പോഴെങ്ങനെയാ പറയാം. അത് തീർച്ചയായും നാളെ നമ്മൾ പത്രസമ്മേളനം നടക്കുമായിരിക്കും. മുഖ്യമന്ത്രിയോട് ദേശാഭിമാനി മാത്രമല്ലല്ലോ, കേരളത്തിൽ ധാരാളം പത്രങ്ങളുണ്ട്. ദേശാഭിമാനി മാത്രമല്ല ഈ നാട്ടിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരുള്ള സ്ഥാപനങ്ങൾ, ധാരാളം പത്രങ്ങളുണ്ട്. സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്ന മാധ്യമപ്രവർത്തകരുണ്ട്. അവർക്ക് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങൾ, ചോദിക്കാനുള്ള ഒരു അന്തരീക്ഷം കേരളത്തിലുണ്ട്. ആരോടും ഇറങ്ങിപ്പോകാൻ പറയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ ഒരു അന്തരീക്ഷം ഇന്ന് കേരളത്തിലില്ല. അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. കാരണം കേരളത്തിൽ ജനാധിപത്യപരമായിട്ട് മാധ്യമങ്ങൾക്ക് ഇടപെടാനും മാധ്യമങ്ങൾക്ക് മുഖ്യമന്ത്രിയല്ല ആരുമായിട്ടും സംസാരിക്കാനും കഴിയുന്ന ഒരു തുറന്ന അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. തീർച്ചയായും ഈ വിഷയം, ഇപ്പോൾ വന്നിരിക്കുന്ന വിഷയങ്ങൾ ഗൗരവമുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നതാണ്. മുഖ്യമന്ത്രിക്ക് ഇദ്ദേഹമായിട്ടുള്ള ബന്ധം എത്രത്തോളം ആഴത്തിലുള്ളതാണ്, യഥാർത്ഥത്തിൽ അവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ സ്വഭാവം എന്താണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരാൾ ഇപ്പോൾ പോലീസിൻ്റെ പിടിയിൽ എത്തിപ്പെട്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വളരെ ഗൗരവമുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. തീർച്ചയായും ഞാനും കരുതുന്നത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ തനിക്ക് ഈ വിഷയത്തിലുള്ള ഇടപാടുകളെക്കുറിച്ചോ ബന്ധങ്ങളെക്കുറിച്ചോ അറിവിനെക്കുറിച്ചോ മുഖ്യമന്ത്രി തുറന്ന് പറയേണ്ടതായിട്ട് വരും. കാരണം ഇത് പണ്ടങ്ങനെയായിരുന്നു, പിണറായി വിജയൻ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ മറ്റേ ആൾ എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒരു വിഷയമല്ല ഇത്. കാരണം നമ്മുടെ കൂടെ നിൽക്കുന്ന ആളിൽ ഒരു പൊതുസമൂഹത്തിനകത്ത് ഏതെങ്കിലും ഒരു പരിപാടിക്കിടയിൽ ഒരാൾ വന്ന് ഫോട്ടോ എടുക്കുന്ന മാതിരിയല്ല. ഉമ്മൻചാണ്ടിയുടെ അടുത്തൊരു സ്ത്രീ വന്ന് നിന്ന് ഫോട്ടോ എടുത്തതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരായിട്ട് അതിഭീകരമായിട്ടുള്ള ഒരു അതിക്രമങ്ങൾ നടന്നു. അത് തീർച്ചയായും അതൊരു അനുഭവമാണ്. അങ്ങനെയൊക്കെ നോക്കിയാൽ ഇത് കുറെ കൂടി ഗൗരവമുള്ള സംഗതിയാണ്. കുറെ കൂടി ദീർഘമായിട്ടുള്ള ബന്ധങ്ങളുടെ സ്വഭാവം ഈ പത്രങ്ങൾ ഈ ചിത്രങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് മുഖ്യമന്ത്രി വിഷയത്തിൽ കുറെ കൂടി എന്താ പറയുക ഗൗരവത്തോടുകൂടി വിഷയത്തെ കൈകാര്യം ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. കാരണം ഗൗരവമുള്ള അത് അത്ര എളുപ്പത്തിൽ മാഞ്ഞു പോകാൻ ഇടയില്ല ഒരു ആരോപണമായിട്ട് ഞാൻ ഇതിനെ കാണുന്നില്ല. തീർച്ചയായും ഇതിൻ്റെ വസ്തുതകൾ എനിക്കറിയില്ല. പക്ഷേ കേരളീയ സമൂഹത്തിൽ കുറച്ച് ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്യാനിടയുള്ള ഒരു വിഷയമായിട്ടാണ് ഞാനിത് കാണുന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രി നാളെ അദ്ദേഹം മറുപടി പറയുകയാണെങ്കിൽ ഈ വിഷയത്തിൻ്റെ എല്ലാ വശങ്ങളും പരിഗണിച്ചുകൊണ്ട് പത്രക്കാരോട് സംസാരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് വേണു പ്രകടിപ്പിച്ച ഒരു ഭീതിയൊന്നും എനിക്ക് ആ വിഷയത്തിലില്ല. പക്ഷേ ചെക്കുട്ടി സാർ, ഇന്നിപ്പോൾ ജനീഷുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തെ ഡൽഹിയിൽ വെച്ച് കണ്ടപ്പോൾ ഇന്നലെയും അദ്ദേഹത്തോട് സംസാരിച്ചു, ഇന്നും സംസാരിച്ചു. ഒരു ചെറുപ്പക്കാരനായ മാധ്യമപ്രവർത്തകനാണ് തുടർച്ചയായി ഈ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മുഹമ്മദ് ഹുസൈനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് പിഴവ് പറ്റി എന്നൊക്കെ ജനീഷ് പറയുന്നുണ്ട്. പക്ഷെ ഒരു ഘട്ടം വന്നപ്പോൾ ജനീഷ് ഉപയോഗിക്കുന്ന ഒരു ഭാഷയുണ്ട്. ഇത് പോലീസ് ഇൻട്രോഗേഷനൊന്നുമല്ല, മാധ്യമപ്രവർത്തകർ ആ തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ മതി. അപ്പോൾ തൃപ്തികരമായ ഉത്തരം കിട്ടാത്തപ്പോൾ മറുചോദ്യങ്ങൾ ചോദിക്കുന്നതിനെ പോലീസിൻ്റെ മട്ടിലുള്ള ഭേദ്യം ചെയ്യലാണ് എന്ന് ഈ നവാഗത പ്രതിഭ പറയുന്നുവെങ്കിൽ നാളെ ഈ അടിയും തടവും എല്ലാം പഠിച്ചിരിക്കുന്ന മുഖ്യമന്ത്രി എന്തായിരിക്കും പറയുക എന്നത് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ആ ചോദിച്ച മാധ്യമപ്രവർത്തകൻ എന്തായാലും ദേശാഭിമാനിയുമല്ല കൈരളിയുമല്ല കേട്ടോ. അല്ല വേണു, അത് നമ്മളെങ്ങനെയാ പറയുക? അല്ല ഞാൻ വേണു, ഇതെങ്ങനെയാ ജനീഷ് പറയുന്നത് തന്നെ? ജനീഷിൻ്റെ അഭിപ്രായം, അദ്ദേഹത്തിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവാണ് ജനീഷ്. അദ്ദേഹത്തിൻ്റെ സംഘടനയിൽപ്പെട്ട ഒരാളാണ്, ഇപ്പം ആരോപണ വിധേയനായിരിക്കുന്ന ഒരാൾ. അദ്ദേഹം അതിനുശേഷം അദ്ദേഹത്തെ ഈ പറഞ്ഞ ആളെ പുറത്താക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കകത്ത് സംഘടനയ്ക്കകത്ത് എന്തോ ഉത്തരവാദിത്വം എന്തോ പദവി ഉണ്ട് എന്നുള്ളത് ക്ലിയർ ആണ്. അല്ലെങ്കിൽ പുറത്താക്കാൻ കഴിയില്ലല്ലോ, ഒരാളകത്തുണ്ടെങ്കിൽ മാത്രമല്ലേ പുറത്താക്കാൻ കഴിയില്ല. അതുകൊണ്ട് ജനീഷ് പറയുന്നത് ജനീഷിൻ്റെ സംഘടനയെ സംരക്ഷിച്ചു കൊണ്ടുവരിക എന്നുള്ളൊരു നിലപാടായിരിക്കും. പക്ഷേ നമ്മൾ
നമ്മൾ ഒരു കൃത്യമായിട്ടുള്ളൊരു സംഗതി ഉള്ളത്, മുഖ്യമന്ത്രി ആയാലും ശരി ആരായാലും ശരി ഒരു വിഷയത്തെക്കുറിച്ച് ഒരു വ്യക്തി മാത്രമല്ല ചോദ്യം ചോദിക്കേണ്ടത്. ഏതെങ്കിലും ഒരു വ്യക്തി അമിതമായിട്ട് ഈ ചോദ്യങ്ങൾ നിരന്തരമായി ചോദിക്കുന്നത്, അദ്ദേഹത്തിന് മറ്റൊരു ചോദ്യവും ചോദിക്കാനില്ലെങ്കിൽ വളരെ ക്ലിയർ ആണ് ഇദ്ദേഹത്തിൻ്റെ പത്രപ്രവർത്തനമല്ല വേറെ എന്തോ ഏർപ്പാടാണെന്ന്. ഈ പറയുന്ന വ്യക്തി എനിക്കറിയില്ല, ചോദ്യം ചോദിച്ച ആൾ അറിയില്ല. പക്ഷേ സാധാരണ നിലയിൽ പത്രപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ധാരാളം മാധ്യമപ്രവർത്തകരുണ്ട്. ഒരാൾ തന്നെ നിരന്തരം ചോദ്യം ചോദിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെയൊക്കെ കാലത്താണെങ്കിൽ ആളുകൾ അത് കട്ട് ചെയ്യും, ആളുകൾ അത് കറക്റ്റ് ചെയ്യും. നിങ്ങൾ ചോദ്യം ചോദിക്കുന്നു, വേറെ ആളുകൾ ചോദിക്കാനുണ്ടെന്ന് പറയും. അങ്ങനെ ആരും ചോദിക്കുന്നില്ലെങ്കിൽ ഇന്നത്തെ മാധ്യമപ്രവർത്തകരുടെ പ്രശ്നം എന്താണെന്ന് എനിക്കറിയില്ല. ഒരു വ്യക്തിക്ക് മാത്രം എല്ലാ ചോദ്യങ്ങളും ഒരു വ്യക്തി മാത്രം ചോദിക്കുക, മറ്റാർക്കും ചോദ്യം ചോദിക്കാതിരിക്കുക. എന്താ ഇതിൻ്റെ അർത്ഥം? വെള്ളരിക്കപ്പെട്ടവണോ? ബാക്കി 10-25 മാധ്യമ സ്ഥാപനങ്ങളില്ലേ കേരളത്തിൽ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരേ ഒരു വ്യക്തി നിരന്തരമായി ചോദിക്കുന്നുണ്ടെങ്കിൽ അത് അനാവശ്യമായിട്ടുള്ള കാരണം മറ്റുള്ള ആളുകൾ ചോദിക്കാൻ അവസരം കൊടുക്കണം. നേരത്തെ പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണുന്ന സന്ദർഭങ്ങളിൽ എല്ലാ മാധ്യമങ്ങളും വലതുപക്ഷ മാധ്യമങ്ങളാണ്. അതുകൊണ്ട് എല്ലാവരും പിണറായിക്ക് എതിരായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കും. അതിൻ്റെ ജനാധിപത്യ സ്വഭാവമല്ല. അത്രയും പേർ ചോദിക്കുന്നു, ഒരാൾ മാത്രം ചോദിക്കുമ്പോൾ എന്തോ ഒരു പ്രത്യേകമായ അജണ്ട. എല്ലാവരും കൂടെ ചേർന്ന് ചോദിക്കുന്ന വിപുലമായൊരു അജണ്ടയാണെന്ന് കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് നാം അതിനെ കാണേണ്ടത്. ഞാൻ അങ്ങയിലേക്ക് വരാം. അങ്ങനെയും കൂടെ അതിനെ കാണണം. ഞാൻ അങ്ങയിലേക്ക് വരാം. Big TV, without fear or favor.